എന്താ മണപ്പുറം തീരാറായപ്പോഴാണ് ഞങ്ങൾക്ക് മണപ്പുറത്ത് പോകാൻ തോന്നിയത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കുന്നത്. സെൽഫ് കൺട്രോൾ. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെ ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. നാടായ നാട്ടിലെ എല്ലാ ബുക്ക് ഷോപ്പിലും കയറലാണ് ഇപ്പോഴത്തെ പ്രധാന. മണപ്പുറത്ത് മെയിൻ ആയിട്ട് പോയത് ഞാൻ ഈ മെറൂൺ കളർ കുപ്പിവള വാങ്ങാൻ. അതേതായാലും കിട്ടി. ആളൊഞ്ഞ മണപ്പുറത്ത് കൂടെ തേരാപ്പാര അങ്ങോട്ട് കിട്ടി കുറെ നേരം സൈഡ് ഡൈനിങ് എന്ന് പറഞ്ഞ ചായ അത്ര ഇതൊക്കെ എന്ത് പണ്ടത്തെ പോലത്തെ എക്സൈറ്റ്മെന്റ് ഇല്ല. പണ്ടൊക്കെ പണപ്പുറയൊക്കെ ആന്റിമാരുടെ ഒപ്പം അപ്പന്റെ ഒപ്പം അങ്ങനെ എല്ലാവരുടെ ഒപ്പം പോകും. ഒന്നും ചെയ്യില്ല, പാവ. പല്ലൂല കാലൂല ഒന്നുമില്ല, ആകെ കണ്ണ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതിനെ തൊടാൻ വേണ്ടി പേടിച്ചോളൂ. ജോസൂട്ടാണെങ്കിൽ തെക്കും വടക്കൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുക്കും. എല്ലാ കടകളിൽ നിന്ന് കയറിയിട്ട് ഞങ്ങൾ ഈ ഉണക്കപ്പൂ മാത്രം വാങ്ങിച്ചു. വേറൊന്നും വാങ്ങാനും ഇല്ലെങ്കിൽ കയറാനുള്ള ഒരു രസമില്ല. ആ റീൽസിലൊക്കെ കാണുന്ന തൂങ്ങിക്കിടക്കുന്ന സ്ഥാനത്തിൽ കുറെ നേരം നോക്കി. തൂങ്ങിക്കിടന്നവൻ ഔട്ടായപ്പോ എന്തൊരു സമാധാനം. വേറൊരു പെങ്കൊച്ച് കുറെ നേരം തൂക്കിണ്ടാവും. വീഡിയോ നേരത്തെ എന്തെങ്കിലും പല്ലിന്റെ ഇടയിൽ കയറിയാൽ മാത്രം പുളിപ്പുണ്ടാവുള്ളൂ. ഇപ്പൊ എന്ത് തിന്നാലും ഒരു സൂപ്പർ ഡെന്റിസ്റ്റിനെ കണ്ടു കൊണ്ടു. ഒരു ലൈബ്രറിനെ അയാളുള്ള ചിന്ത അത്രേ ഉള്ളൂ. ബൈ.